ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വർഷ രമേശ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ വന്നിട്ടുള്ള ഒരു പരസ്യത്തെക്കുറിച്ചാണ്. കിഴക്കൻ സാമ്പാർ പൊടിയുടെ പരസ്യമാണത്. ആ പരസ്യത്തെക്കുറിച്ചും അതിലുള്ള നമ്മുടെ ഒപ്പീനിയനെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ എങ്ങനെയാണ് ഈ കൊളാബറേഷൻസ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വീഡിയോസൊക്കെ ചെയ്യുന്നു, നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ തന്നെ ഐഡിയാസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു, നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ ഫോളോവർ കൗണ്ട് നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു ബ്രാൻഡിന് അവരുടെ ബ്രാൻഡിൻ്റെ ഐഡിയ മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രൊഡക്റ്റ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫോളോവേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടി അവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യും. നമുക്കൊരു കൊളാബറേഷൻ ഒരു സംഭവം ചെയ്താലോ, മിക്കവാറും അവർക്ക് ആദ്യം അറിയാൻ സാധ്യതയുള്ള, ഇപ്പം നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റേറ്റിൻ്റെ കാര്യത്തിൽ ഇവർ എത്ര രൂപയ്ക്കൊക്കെയാണ് ഈ ആഡ് ചെയ്യുക, ഈ ഇൻഫ്ലുവൻസർ എത്ര രൂപയ്ക്കാണ് ചെയ്യാന്ന് ബ്രാൻഡ് ആദ്യം ചോദിച്ച് മനസ്സിലാക്കും. ബ്രാൻഡിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു എമൗണ്ട് അവരും പറയും. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ട് ഒരു റേറ്റിൽ ആദ്യം ഫിക്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ ബ്രാൻഡ് ചിലപ്പോൾ ഇൻഫ്ലുവൻസറോട് പറയുന്നത്, ദേ നമ്മുടെ കയ്യിൽ ഇതാണ് ഐഡിയ അല്ലെങ്കിൽ ഇതാണ് ഒരു കോൺസെപ്റ്റ്, ഇത് വെച്ചിട്ട് നിങ്ങളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യൂ, എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് തരുമെന്നായിരിക്കും. ചില സിറ്റുവേഷൻസിൽ ബ്രാൻഡിൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നാൽ മതി എന്നുള്ളതായിരിക്കാം. മിക്കവാറും ഇൻഫ്ലുവൻസറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കുറച്ച് സജഷൻസ് പറയും. ഞാൻ എൻ്റെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു എൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കാണെങ്കിലും ചില ബ്രാൻഡുകൾ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ ബ്രാൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് നീക്കുപോക്കാണ് വരുത്താൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കും. എന്തായാലും ഇൻഫ്ലുവൻസറും ബ്രാൻഡും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിട്ട് അവർക്കിടയിൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം എന്നൊരു ധാരണയിലെത്തുന്നു. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഫോളോവർ കൗണ്ട് ഉണ്ടാക്കുന്നത്? അത്യാവശ്യം ഫോളോവേഴ്സ് ആകുമ്പോൾ ബ്രാൻഡിൻ്റെ കൊളാബറേഷൻ വരും, അതിലൂടെ നമുക്ക് വരുമാനം കിട്ടും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒന്നും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ തരുന്നില്ല, ബ്രാൻഡ് കൊളാബറേഷൻസിലൂടെയാണ് വരുമാനം കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഒരു ബ്രാൻഡ് വന്ന് അവരുടെ ഐഡിയ പറയുന്ന സമയത്ത് നമ്മുടെ ആദർശങ്ങളുമായി 100% യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നമുക്ക് ഒത്തുപോകാവുന്ന രീതിയിലുള്ള ഒരു ഐഡിയയും സ്ക്രിപ്റ്റും ഒക്കെ ആണെങ്കിൽ അതിന് കൈ കൊടുക്കുക, ആ വരുമാനം സ്വന്തമാക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുക. അതുകൊണ്ട് തന്നെ വർഷ രമേശിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ കണ്ടിട്ടുള്ള കിഴക്കൻ സാമ്പാർ പൊടിയുടെ ഈ പരസ്യത്തിന് വർഷയെ ബ്ലെയിം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ വർഷയെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് കിഴക്കൻ സാമ്പാർ പൊടിയുടെ ഈ പരസ്യത്തിലേക്ക് വരാം. പരസ്യം ആരംഭിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട്, കല്യാണം കഴിച്ച പയ്യനെ കാണുന്നുണ്ട്, പിന്നെ അവൻ്റെ അമ്മയെ കാണുന്നുണ്ട്. അങ്ങനെ അമ്മായി, അമ്മ, മരുമകൾ, മകൻ, ഈ ഒരു കോമ്പിനേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പരസ്യം ഒന്ന് കാണാം. ചെറിയ രീതിയിലുള്ള ഒരു കോപ്പിറൈറ്റ് പരിപാടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പരസ്യത്തിൻ്റെ ഭാഗം ഞാനൊന്ന് ക്രോപ്പ് ചെയ്യും. ആ തേങ്ങോണ്ട് ഒരു ഏറെ വെച്ചിട്ട് ചോദിക്കും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷയം എന്റെ കഴിവിലാണ് പുറത്തിടും. അമ്മയൊക്കെ നല്ല ഞാൻ പറയിപ്പിക്കും. ആദ്യം ഇത് കഴിക്കണം. നമ്മുടെ സാമ്പാർ അടിപൊളി. പിന്നെ ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കണം. പക്ഷെ നിന്റെയും സാമ്പാർ അടിപൊളി, രണ്ടുപേരുടെ സാമ്പാർ അടിപൊളി. അപ്പൊ ഇതിലെന്തോ ടെസ്റ്റ് ഉണ്ടല്ലോ. പ്രാവശ്യം അമ്മേന്റെ ഒപ്പം എത്തി, അടുത്ത പ്രാവശ്യം അമ്മയെ വെട്ടിക്കുന്നുണ്ട്. ഈ പരസ്യം ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു കോണ്ടൻറ്റ്, അതായത് ഈ മകൻ അമ്മയെപ്പോലെ ആവുന്നില്ലല്ലോ എന്ന് ഭാര്യയോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളില്ലേ, ഇതൊരു കോണ്ടൻറ്റായിട്ട് വർഷ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് വർഷ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ സ്വന്തമായി സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള കുറേ കാര്യങ്ങളെ, പാട്രിയാർക്കൽ സിസ്റ്റത്തിനെയൊക്കെ വലിച്ചേറി ഒട്ടിക്കുന്ന ഗംഭീര കോണ്ടൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് വർഷ എന്ന് പറയുന്നത്. അപ്പോൾ വർഷയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കോണ്ടൻറ്റ് വന്ന സമയത്ത് സത്യം പറയില്ല, ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു ധാരണയുള്ളതുകൊണ്ട് നമുക്കിതിൽ വർഷയെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. പക്ഷേ ഈ പരസ്യത്തെക്കുറിച്ച്, ഇതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് കാര്യം, ഇത് ഒരുപാട് പഴകി ദ്രവിച്ച് കുഴിയിലാക്കി അവിടുന്ന് നമ്മൾ മാന്തി എടുത്തുകൊണ്ട് വരുന്നത് പോലത്തെ ഒരു കമ്പാരിസണാണ്.
അമ്മായിയമ്മയും മരുമോളും. ഒരു മരുമകളുടെ അല്ലെങ്കിൽ ഒരു മകൻ, അവൻ കല്യാണം കഴിക്കുമ്പോഴാണ് അവൾ മരുമോളെ വന്നത്. ഈ മകൻ അമ്മയുടെ ഒരു റെപ്ലിക്കേഷനാണ് ഈ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് അത്രയും കാലം അവനെ അമ്മ വളർത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്, അമ്മ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അതിനി ഭാര്യ വേണം ചെയ്തു കൊടുക്കാൻ. അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ, ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തിൽ പാർട്ട്ണറാക്കി അവർ ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കൺസെപ്റ്റല്ല. അമ്മ അവന് ചെയ്തു കൊടുത്തിരുന്ന പണികളെല്ലാം അതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്നൊരു മോള്. ഈ മരുമകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്മായിയമ്മയെ പോലെയായി പ്രൂവ് ചെയ്യുക. ഭർത്താവ് മാന്യനുണ്ടല്ലോ, നമ്മളിപ്പോൾ പരസ്യത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഇതേ കാര്യം വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകളിൽ അന്വേഷിച്ചാലും നമുക്ക് കാണാൻ പറ്റും. ഈ മകൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഒന്നും അമ്മയെപ്പോലെ അങ്ങോട്ട് ആവുന്നില്ല, അമ്മ ചെയ്യുന്ന അത്ര അങ്ങോട്ടേക്ക് എത്തുന്നില്ല, എനിക്കങ്ങനെ വേണം എന്നവൻ ഡിമാൻഡ് ചെയ്യുകയാണ്. എന്ത് അവകാശമാണ് ഉള്ളത്? അവനവൻ്റെ ഭാര്യയെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരൊരുമിച്ചുള്ള ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, ആ വീട്ടിൽ അവൻ്റെ അമ്മ ചെയ്തു കൊടുത്തിരുന്ന അതേ കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുകളിൽ ചെയ്താൽ മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നതാണ്. ഊഞ്ഞാലാട്ടുന്നതിൽ വരെ എൻ്റെ അമ്മ ആട്ടുന്നത് അത്രയും ശരിയായിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഇതൊക്കെ വലിയ അവകാശമായി കൊണ്ടു നടന്നിരുന്ന ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയും പറഞ്ഞു തിരുത്തി, അവരുടെ മക്കളെയും പറഞ്ഞു തിരുത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് കിഴക്കൻ സാമ്പാർ പൊടി വന്നിട്ട് നമ്മളോട് പറയുന്നത് അതൊന്നും അല്ലെന്നേ, നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് സാമ്പാർ വെപ്പിക്കുക, അവർ സാമ്പാർ വെക്കുന്നതിൻ്റെ ടേസ്റ്റ്. എനിക്ക് ഈ പരസ്യം കണ്ടപ്പോൾ ഉള്ള സംശയം എന്താണെന്നറിയോ, ഇവർ ഈ 2 പേരും സാമ്പാർ വെച്ചപ്പോൾ കഷ്ണം അരിഞ്ഞതിൽ ഡിഫറൻസ് ഉണ്ടാവും, ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും, വെള്ളത്തിൽ ഡിഫറൻസ് ഉണ്ടാവും, ഈ വേവിലും കാര്യങ്ങളിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് സാമ്പാർ വന്നപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. അതായത് നിങ്ങൾ എന്തിട്ടാലും എങ്ങനെ കലക്കിയാലും എങ്ങനെ വേവിച്ചാലും ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് അത് എന്തൊരു ബ്രാൻഡിങ് ആണ്. കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, അമ്മായിയമ്മയെപ്പോലെ ആയാൽ മാത്രമേ, അമ്മായിയമ്മ ചെയ്ത കർമ്മങ്ങൾ കൃത്യമായി പാലിച്ചു പോയാൽ മാത്രമേ അവളൊരു നല്ല മരുമകളാവുള്ളൂ, നല്ലൊരു ഭാര്യയാകുള്ളൂ എന്നുള്ളൊരു പറഞ്ഞു വെപ്പ് ഈ പരസ്യത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പരസ്യത്തിലെ മരുമകൾക്ക് ഒരു ഐഡൻറ്റിറ്റി അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ എണീക്കുന്നു, ഇവന് വേണ്ടിയിട്ട് മുറ്റം അടിക്കുന്നു, തുണി അലക്കുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ലാസ്റ്റ് ഇവന് ഊഞ്ഞാലാട്ടുന്നു. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഈ പെങ്കൊച്ചിന് ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് അവളുടെ പേരെന്താണ്, അവൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ ഒന്നുമില്ല. ഈ ഭർത്താവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലൈനുണ്ട്, എൻ്റെ അമ്മ ചെയ്തു വെച്ച പോലെ. ആ ലൈനിനൊപ്പിച്ച് നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിക്കൊരു ഒന്നും വേണ്ട, ഒരു പേര് പോലും ഇവിടെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബിന്ദു പണിക്കർ പണ്ടൊരു സിനിമയിൽ ഉപയോഗിച്ചൊരു ഡയലോഗുണ്ട്, മറ്റേ മുടി ഇങ്ങനെ ഒരുപാട് മുടിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഹെറിഡിറ്ററിയാണ് എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഈ ഹെറിഡിറ്ററി കാത്തു സൂക്ഷിക്കേണ്ടത് ഈ മോൻ്റെ ഉത്തരവാദിത്തമാണ്. അമ്മ അടിച്ചു വാരുന്നത് പോലെ ഭാര്യ അടിച്ചു വാരിയിട്ട് ആവുന്നില്ലെങ്കിൽ ചൂലെടുക്കുക, അടിച്ചു വാരുക, സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക. എൻ്റെ അമ്മ അടിച്ചു വാരിയിട്ട മുറ്റം പോലെ മുറ്റം ഇരിക്കുന്നു എന്ന് തോന്നാം. തുണി അലക്കുമ്പോൾ അമ്മ അടിച്ചു വാരുന്നത് പോലെ അമ്മ അലക്കുന്നത് പോലെ തോന്നുന്നില്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് അലക്കി നോക്കുക. ചിലപ്പോൾ അമ്മ അലക്കുന്നതിനേക്കാളും നന്നായി അലക്കി കിട്ടിയെന്ന് വരും. അതല്ലെങ്കിൽ സ്വന്തമായി ആ കല്ലിൻ്റെ ചോട്ടിൽ പോയി നിന്ന് അലക്കുക. അമ്മ പൊതിക്കുന്ന പോലെ തേങ്ങ പൊതിഞ്ഞ് വരുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ റീൽസൊക്കെ കണ്ടിട്ടുള്ള വർഷയുടെ ഒരു ക്യാരക്ടർ വെച്ച് ആ പൊതിച്ച തേങ്ങ വെച്ച് അവൻ്റെ നെറുകന്തല നോക്കി എറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് സുന്ദരമായി പുറത്തേക്ക് ഇറങ്ങി വരും. പക്ഷേ പരസ്യത്തിൽ വർഷമായി പോയില്ലേ. അമ്മ പൊതിക്കുന്ന പോലെ തേങ്ങ പൊതിച്ചിട്ട് ശരിയാവുന്നില്ല എന്നാണെങ്കിൽ നീ ആദ്യം തേങ്ങ പൊതിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഈ തേങ്ങയുടെ പുറത്തുള്ള ചകിരിയൊക്കെ മാന്തി മാറ്റുക, അത് കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിക്കാനും ചിരകാനും ഒക്കെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് അമ്മ പൊതിക്കണ പോലെ ആവണമെന്നൊക്കെയുള്ള ഇത് ഏതാളാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയെന്നുള്ളത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ജോലി തീരുക, അതായത് ആ പണി തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അമ്മേനെ പോലെ ആവുക എന്നുള്ളതാണ് ഈ ബേസിക് സ്ക്രിപ്റ്റ്. അതാ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് ഭർത്താവിൻ്റെ അമ്മയെ പോലെ ആവുക, ഇതാണ് സ്ക്രിപ്റ്റ്. ഇവിടെ നമ്മൾ ഈ മൊത്തം പരസ്യം കാണുമ്പോഴല്ലോ നമ്മൾ കിഴക്കൻ സാമ്പാർ പൊടിയുടെ പരസ്യത്തിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് വളർത്തുദോഷം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആ അമ്മയും അച്ഛനും ആ വീട്ടിൽ ആരൊക്കെയാണോ ഇവനെ വളർത്തിയിട്ടുള്ളത് അവരെ എല്ലാവരും കൂടി കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് ചെക്കനെ. സ്വന്തം തുണി സ്വന്തമായിട്ട് അലക്ക്. ആ പെൺകുട്ടി വന്ന് കയറി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളുടെ തുണി അവൾ അലക്കിക്കോളും. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അലക്കിക്കോ. അല്ലാതെ നീ അലക്കിന് അമ്മയെ പോലെ ആവണമെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവൻ എല്ലാത്തിനെയും അളക്കാൻ നിൽക്കുകയാണ്. പൊതിച്ച തേങ്ങ ഇവൻ അളക്കാൻ നിൽക്കുക. ഇവനെ തേങ്ങ പൊതിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ, അടിച്ചു വരാൻ പഠിപ്പിച്ചില്ല, ഒരു സാധനവും പഠിപ്പിച്ചില്ല. എല്ലാം അങ്ങ് ചെയ്ത് കൊടുത്ത് കൊഞ്ചിച്ച് ഓമനിച്ച് വെച്ചേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു പാട്ടിൻ്റെ റിയാലിറ്റി ഷോ നടക്കുകയാണ്. പാട്ടിൻ്റെ ABCD അറിയാത്ത ഒരു ബോധവും ഇല്ലാത്ത ഒരാൾ ഈ പാട്ട് മത്സരം ജഡ്ജ് ചെയ്യാൻ വന്നു നിന്നാൽ എങ്ങനെയുണ്ടാവും? അതല്ലേ അവനവിടെ നിന്ന് ചെയ്യുന്നത്. അവന് തുണി അലക്കാനോ തേങ്ങ പൊതിക്കാനോ അടിച്ചു വരാനോ സാമ്പാർ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ ചെയ്യുന്നതിനെ അവൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ വളർത്തി, അതായത് ഗ്രൂം ചെയ്ത് നശിപ്പിച്ച ഒരുത്തൻ. ഇതെല്ലാം കാണിച്ചിട്ട് നമ്മുടെ കിഴക്കൻ സാമ്പാർ മസാല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഇതൊക്കെയാണ് കുടുംബം. ഇങ്ങനെയൊക്കെ തെളിയിക്കലാണ് ഒരു മരുമോളുടെ ധർമ്മം എന്നൊക്കെയാണ്. ശരിക്കും എനിക്ക് കിഴക്കൻ സാമ്പാർ മസാലയോട് പറയാനുള്ളത്, നിങ്ങൾ കിഴക്കി കിടന്ന് കറങ്ങാതെ ഇടയ്ക്കൊന്ന് പടിഞ്ഞാറോട്ടൊക്കെ പോകണം. അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കണം. വടക്കോട്ടും തെക്കോട്ടും ഇടയ്ക്കൊക്കെ പോയി നോക്കണം. അങ്ങനെ കാര്യങ്ങൾ എങ്ങനെ മാറുന്നു, ജീവിതങ്ങൾ എങ്ങനെ മാറുന്നു, മനുഷ്യരെങ്ങനെയാണ് പരസ്പരം മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺസിഡറേറ്റീവ് ആവുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കൺസെപ്റ്റ് എങ്കിലും മാറ്റും. ഈ പരസ്യമൊക്കെ കണ്ടിട്ട് വർഷം ഇത് ചെയ്തല്ലോ എന്നുള്ള അത്ഭുതം ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ മറ്റ് പരസ്യങ്ങളും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ പരസ്യത്തിൽ വർഷയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്, മിക്കവാറും ഉണ്ടാവാൻ തന്നെ ചാൻസ് ഇല്ല എന്ന് തോന്നിപ്പോയത്. അത് നമ്മുടെ ദർശന രാജേന്ദ്രനെയും ദർശനയുടെ അമ്മയും വെച്ചുകൊണ്ട് അവരൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പരിപാടി, അമ്മായിയമ്മയും മരുമോളും സാമ്പാർ ഉണ്ടാക്കുന്നു, വീട്ടിലുള്ള ആണുങ്ങളെല്ലാവരും ജഡ്ജ് ചെയ്യുന്നു. അതാണ് ഈ പരസ്യങ്ങളുടെ പ്രത്യേകത. സാമ്പാറിന് അരിയാൻ അവന്മാർ കാണൂല, വാങ്ങിച്ചുകൊണ്ട് വരണ്ടോ എന്ന് തമ്പുരാനറിയാം. പാത്രത്തിലാക്കുമ്പോഴും വിളമ്പുമ്പോഴും ഒന്നും അവന്മാരില്ല, തിന്നാൻ വേണ്ടി വന്നിരിക്കും. എന്നിട്ട് ഇരുന്നങ്ങ് ജഡ്ജ് ചെയ്യല. ഈ സാമ്പാർ കൊള്ളാം, ഇതിൽ കായം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ഇതിൽ മറ്റത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന് ജഡ്ജ് ചെയ്യണം. എന്നിട്ട് മറ്റേ മകൻ നടുക്ക് നിന്നിട്ട് അമ്മായിമ്മയാണോ മരുമോളാണോ വിജയിച്ചതെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഈ സാമ്പാർ പൊടി ഉപയോഗിച്ചതുകൊണ്ട് രണ്ടുപേരും വിജയിച്ചു എന്ന് പറഞ്ഞ് കയ്യൊക്കെ പൊക്കി കാണിക്കുക. ഇവരെന്താണ് വല്ല റെസ്ലിങ്ങോ? ഇവിടെ എല്ലാം ബേസിക്കലി അടുക്കളയിൽ സ്ത്രീകൾ പണിയെടുക്കുന്നു, പുരുഷന്മാർ മേശപ്പുറത്ത് വന്നിരുന്ന് ഇതിനെ ജഡ്ജ് ചെയ്യണം. എന്നിട്ട് ഒരു സ്ത്രീയുടെ വാല്യൂ അത് വെച്ചിട്ട് അളക്കുകയാണ്. ഇവിടെ എന്താണെന്നറിയോ, അമ്മായിയമ്മയെ പോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ മരുമോളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ള പരസ്യം കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അമ്മായിയമ്മയെ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശവുമുണ്ട് എന്നുകൂടി ഈ പരസ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ വർഷയാണെങ്കിലും ദർശന രാജേന്ദ്രനാണെങ്കിലും ഇവർ ചെയ്തിട്ടുള്ള വർക്ക്സിലൂടെ ഒരുപാട് ആളുകളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വരെ കാരണമാകാവുന്ന ഇതെല്ലാം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. ഒരു ചെറിയ മാറ്റങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെയും ഇത്രയും റിഗ്രസീവായിട്ടുള്ള പരസ്യങ്ങളുടെ ഭാഗമായിട്ട് മാറുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ ഒരുപാട് ആളുകളെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വർഷ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കാരണം വർഷയുടെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വർഷ പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവർ വിടുമോ? അടിസ്ഥാനപരമായിട്ട് നമ്മളീ പറഞ്ഞു വരുന്നത് ഫുഡ് ഉണ്ടാക്കുന്നത് മോശമാണെന്നല്ല. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സർവൈവൽ സ്കില്ലാണ്. നമ്മളെല്ലാ കാലത്തും മറ്റേ മരത്തിൽ നിന്ന് പറിച്ചും വേട്ടയാടി തിന്നും മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്ന അങ്ങനത്തെ ജീവികളാണ്. അപ്പോൾ സ്വാഭാവികമായും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിനെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ അറിയാത്തതൊരു വലിയ കുറ്റമൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഹോട്ടലുകളുണ്ട്. നമുക്ക് കാശുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഇനി അറിയാം എന്നുള്ളത് ലോകത്തിന് ജയിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമല്ല. അതൊരു സർവൈവൽ സ്കില്ലാണ്. അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. പക്ഷേ ഈ പരസ്യങ്ങളിലെല്ലാം സ്ത്രീകൾ ഫൈറ്റ് ചെയ്യപ്പെടേണ്ടത് പാചകത്തിൽ മാത്രമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് വേറെ ഒന്നിലുമില്ല. ഈ പാചകത്തിൽ മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ, അല്ലെങ്കിൽ വീട്ടു ജോലികളിൽ മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ മെയിൻ കാര്യം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഇൻസ്പയർഡ് ആവേണ്ടത് പാചകം ചെയ്യാനും വീട് പണി എടുക്കാനും ആണെന്നാണ് ഈ പരസ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഒരു സ്ത്രീയുടെ വാല്യൂ അളക്കുന്നത്, അതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നന്നായി ഉണ്ടാക്കിയ കറിയാണെന്നാണ് ഇവർ പറയുന്നത്. സ്ത്രീകൾ ജഡ്ജ് ചെയ്യപ്പെടേണ്ടവരാണ്. ആരാണ് ജഡ്ജ് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പുരുഷന്മാരാണ് ജഡ്ജ് ചെയ്യേണ്ടത്. എനിക്ക് കിഴക്കൻ സാമ്പാർ മസാലയോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ നാട്ടിലിറങ്ങുന്ന മറ്റ് പരസ്യങ്ങളൊക്കെ കാണണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്റ്റ് മുതലാളി ഒറ്റയ്ക്ക് നല്ല പരസ്യം ഉണ്ടാക്കുന്നുണ്ടാവുക. ഇവർക്കൊരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. അവർ പല അനാലിസിസും പരിപാടികളൊക്കെ നടത്തിയിട്ടായിരിക്കും ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ കൺക്ലൂഷനിലേക്കൊക്കെ വരുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ നാട്ടിലിറങ്ങുന്ന മറ്റ് പരസ്യങ്ങൾ, ഇപ്പോൾ ജ്വല്ലറിയുടെ പരസ്യങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുടെ പരസ്യങ്ങളുണ്ട്, ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെയും ഒരുപാട് പല സെഗ്മെൻറ്റിൽ വരുന്ന പരസ്യങ്ങളൊക്കെ കാണണം. എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മാറുന്നതനുസരിച്ച് നമ്മൾ പരസ്പരം മനുഷ്യരെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് എന്താണെന്നൊക്കെ ഉൾക്കൊണ്ട് അങ്ങനെ ജനറേഷൻസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പരസ്യങ്ങൾ മാറുന്നുണ്ട്. പണ്ട് പെണ്ണിന് മാത്രം ഇടാനുണ്ടായിരുന്ന ആഭരണങ്ങൾ ഇന്ന് പുരുഷന് ഇടുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സും ഇടുന്നുണ്ട്. വസ്ത്രധാരണ രീതിയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരസ്യങ്ങളിലും മാറ്റം വരുമ്പോൾ നിങ്ങളിപ്പോഴും സാമ്പാർ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഈ മലയാളികളുടെ കൂട്ടത്തിൽ മലയാളി കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാചക വീഡിയോസ് ചെയ്യുന്നത് ഷാൻജിയോ ആണ്. ഷാൻജി ഒരു പുരുഷനാണ്. അദ്ദേഹം ചായ വെക്കാൻ പറയുന്നതിൻ്റെ ഒരു മില്ലിമീറ്റർ അളവിൽ അല്ല, ഒരു മില്ലി ലിറ്റർ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും ചായ ഇടുന്നുണ്ട്. ഷാൻജിയോ സാമ്പാറും വെക്കും. ഷാൻജിയോ മാത്രമല്ല, ഒരുപാട് പുരുഷന്മാരിവിടെ നല്ല ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. മരുമക്കൾ കുക്ക് ചെയ്യുന്ന സാമ്പാർ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന കുറേ അമ്മായിമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മായിമ്മമാർ മാത്രമല്ല, എൻ്റെയൊക്കെ ഓഫീസിലുണ്ടായിരുന്നു. എടാ, ഞാൻ ഇന്നൊരു നല്ല മീൻകറി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഓഫീസിലെ എല്ലാവർക്കും
എല്ലാവർക്കും ജെൻഡർ ഭേദമന്യേ എല്ലാവർക്കും കൊടുത്ത് അവരുടെ അഭിപ്രായം അറിഞ്ഞ് സന്തോഷിക്കുന്ന നിമിഷം എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒത്തുചേരുന്ന സമയത്ത് ഗംഭീരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ കിഴക്കൻ സാമ്പാർ പൊടിയുടെ അവർ കലക്കുന്ന സാമ്പാറിൻ്റെ പരസ്യത്തിൽ പുരുഷന്മാരെ കാണാറില്ല എന്ന് പറഞ്ഞ് ഇനി തൊട്ട് സാമ്പാറിൻ്റെ പരസ്യം ഇറക്കുമ്പോൾ, സാമ്പാർ പൊടിയുടെ പരസ്യം ഇറക്കുമ്പോൾ അതിൽ മുഴുവൻ പുരുഷന്മാർ വരണമെന്നുമല്ല പറയുന്നത്. ഇതിനകത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളെ അവർ പാചകം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാചകം ചെയ്ത സാധനത്തിന് ടേസ്റ്റ് ഉണ്ടോ, പാകം ശരിയായോ ശരിയായില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ ജഡ്ജ് ചെയ്ത് അതിൻ്റെ പേരിൽ അവരെ ഏറ്റവും ക്രൂരമായി ട്രീറ്റ് ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പാചകം മാത്രമല്ല ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ഒരു സ്ത്രീയുടെ വാല്യൂ നിങ്ങൾ അളക്കേണ്ടത് അവളുണ്ടാക്കുന്ന കറിയുടെ ക്വാളിറ്റി മാത്രം വെച്ചിട്ടല്ല, അവളിലെ വ്യക്തിയെ നിങ്ങൾ കാണണം, അവരുടെ മറ്റു കഴിവുകളെയും കാണണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശീലിച്ച് നമ്മൾ ആ പഴയ ചിന്തകളിൽ നിന്ന് അൺലേൺ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പുതിയ ജനറേഷൻ്റെ അടുത്താണ് നിങ്ങൾ വീണ്ടും ഈ പരസ്യങ്ങളിലൊക്കെ നോക്കിക്കോ, പുരുഷന്മാരിരുന്ന് ജഡ്ജ് ചെയ്യുന്നു, സ്ത്രീകൾ പാചകം ചെയ്യുന്നു, അവരുടെ പാചകത്തിനനുസരിച്ച് അവർക്കെന്തോ അംഗീകാരവും സ്നേഹമൊക്കെ കിട്ടുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുകയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ദിസ് ഈസ് റാങ്. എന്തായാലും നിങ്ങൾ പരസ്യം ചെയ്യുന്നു, അതിന് ഇത്ര പൈസ മുടക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ലോകം മാറുന്നതും കാലം മാറുന്നതും ചിന്തകൾ മാറുന്നതും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനോട് നീതി പുലർത്തുന്ന ഈ പരസ്യം കാണുന്ന ആളുകളെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെയൊക്കെയുള്ള അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവട്ടെ, അങ്ങനത്തെ പരസ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് ഇത്രയും കേട്ടിട്ടും മനസ്സിലാവാൻ ഇടയില്ലാത്ത ഇതേ പരസ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു റീൽ ഇവിടെ പ്ലേ ചെയ്യാണ്. ഈ പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചിട്ട് പോണേ, ഇവിടെ പിന്നെ വേടൊന്നും ഇല്ലല്ലോ, എല്ലാം കഴുകി വെച്ചിട്ട് പോവാൻ ഈ പാത്രങ്ങളൊക്കെ. അതൊന്നും എടുത്തേക്കണേ. അയ്യോ തേച്ചിട്ടില്ല, അതാ ഇങ്ങോട്ട് വന്നൊരു സാധനം കാണിക്കാം. ഇത് അയൺ ബോക്സ്, ഇത് പ്ലഗ് പോയിന്റ്, ഇന്നത്തെ കുത്തിയ തേക്കാൻ എളുപ്പ. ഒരു കാര്യം ചെയ്യുക, നാളെ ഓഫീസിൽ നിന്ന് വന്ന് എല്ലാ ഷർട്ടും പ്രസ് ചെയ്ത് വെക്കുക, അപ്പൊ ഈ പ്രശ്നമൊന്നും വരത്തില്ല. മനുഷ്യനെ തണുത്തിട്ട് വാങ്ങി പുക വരുന്നു ആണോ? അന്ന് അടിച്ച് വെച്ചിട്ട് ഈ എ സിയുടെ റിമോട്ട് യൂസ് ചെയ്യുക കേട്ടോ, അല്ലാതെ എ സിക്ക് മനസ്സിലാവത്തില്ലേ നിങ്ങളുടെ വായന്ന് പുക വരുന്നുണ്ടെന്ന്. ഞാൻ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ചൈനീസ് ഫുഡ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? ചിക്കൻ ഫ്രൈഡ് റൈസും മറ്റേ ഡ്രാഗൺ ചിക്കൻ ആയിരിക്കും ചൈനീസ് വോക്കെന്ന്. എങ്ങനെ മനസ്സിലായി? അതല്ലേ നിങ്ങളുടെ സ്ഥിരം പരിപാടി. എനിക്ക് വേണ്ട, ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമല്ലാന്ന്. 9 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും? അപ്പൊ നിനക്ക് കാണാൻ എനിക്ക് പീരിയഡ്സ് ആയിട്ട് വേദനയായിട്ട് എനിക്ക് വന്ന, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. നീ ഇത് പൊട്ടനാണോ? ഞാൻ ഈ റീല് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് സ്റ്റെഫി ഇതിൽ പോർട്രേ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ അവർ വളരെ മോശം രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരാണുമായിട്ട് അവരൊരു വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വോക്കലി ഒരുപാട് പറഞ്ഞ് മടുത്ത് കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരാളുടെ റിയാക്ഷനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ കാണുന്നത്. ഇങ്ങനെ മടുത്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറേ ആളുകളുണ്ട്. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ എനിക്കാണെങ്കിലും നമുക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നത്, ഇത് കളഞ്ഞിട്ട് പൊക്കൂടെ എന്നുള്ളത് തന്നെയായിരിക്കും. റിലേഷൻഷിപ്സിൽ ഒരു വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, അപ്പോൾ ഇത് ഒരുമിച്ച് വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ശ്രമിച്ച് നോക്കുക. ആ ഒരു ഫേസിൻ്റെയും അവസാനം പിടിവിട്ടിട്ടുള്ള ഒരു മൊമെൻ്റായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഏതാണ്ട് ഇതേ ഭർത്താവിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കിഴക്കൻ സാമ്പാർ പൊടിയുടെ ആ മസാല പരസ്യത്തിൽ നമ്മുടെ വർഷ ഡീൽ ചെയ്യുന്നത്. ഇതേ ഭർത്താവ്, ഒരു വ്യത്യാസവുമില്ല. അവിടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അമ്മ ചെയ്യണം അത്രയും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇവൻ ചെയ്യിപ്പിച്ച മുഴുവൻ ജോലികളും അവളുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറും. അവനവൻ കഴിച്ച പ്ലേറ്റ് കഴുകിയിട്ട് പോകാൻ, എടാ നിങ്ങളവിടെ നിന്നോ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുപോയി ഒരു പാത്രം കഴുകുക എന്ന് പറയുന്നത് ആന പിടിപ്പത് കാര്യമൊന്നുമല്ല, ജസ്റ്റ് വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് എണീറ്റ് പോകുന്ന ഒരാളെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര കൺസേൺഡാണ്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് വരുന്ന ആ ഒരു ഫൺ എലമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമൊന്നും അല്ല ഫീൽ ചെയ്യുന്നത്. കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ, അവളുടെ സ്ട്രഗിളിനെ, അവളുടെ പെയിനെ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ കൺസിഡർ ചെയ്യാതെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നന്നായി വളർന്നിട്ടില്ലാത്ത
ഏറ്റവും മിനിമം നല്ല കുറച്ച് സൗഹൃദങ്ങൾ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരാളിൽ നിന്ന് വരുന്ന ബിഹേവിയറായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. 9 മണിയായിട്ടും വിശന്ന് വയറ് കത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 9 മണിയായപ്പോൾ പെട്ടെന്ന് കത്തിയതല്ലല്ലോ. അതിനു മുമ്പേ അറിയാമല്ലോ, രാവിലെ കണ്ണ് തുറന്ന് എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമെന്ന് അടുക്കള വരെ പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നും ഉണ്ടാക്കുന്ന പ്ലാൻ നടക്കുന്നില്ലെങ്കിൽ ചെന്ന് ചോദിക്കാം, എടോ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ, ചോദിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ മറ്റേ ഹോട്ട് ബാഗിൽ വെള്ളം നിറച്ചുകൊണ്ട് പോയിട്ട് കാലും തിരുമ്മി കൊടുക്കുന്ന ആ ഭർത്താവ് ആവണമെന്നൊന്നുമില്ല. അവിടെ ഒരു പെയിനുണ്ട്, അവിടെ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. അതിനൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ, അതിനൊന്ന് കൺസിഡർ ചെയ്യൂ. അതുപോലും ചെയ്യാൻ പറ്റാത്ത ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ, ഇവരെ വീണ്ടും വാർത്തെടുക്കുകയാണ് കിഴക്കൻ സാമ്പാർ പൊടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അത് എപ്പോഴും 50% ഒന്നും ആയിരിക്കില്ല. അതായത് ഇന്ന ജോലികൾ നീയും ഇന്ന ജോലികൾ ഞാനും എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരാൾക്ക് വയ്യാതാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ വർക്കിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു 70-30 ചിലപ്പോൾ 90-10 ഒക്കെ പറഞ്ഞിട്ട് വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ ഇതെങ്ങനെ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, മറ്റേ ആളുടെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റണം. അയാളും ഒരു വ്യക്തിയാണെന്നും അയാൾക്ക് കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കണം. നിൻ്റെ കാര്യം മുഴുവൻ ചെയ്തു തരുന്ന ഒരു അമ്മ നിനക്ക് ഉണ്ടായി എന്നുള്ളത് അതെങ്ങനെ വേറൊരു പെണ്ണിൻ്റെ ദുരന്തമായിട്ട് മാറുന്നത്? പിന്നെ എനിക്ക് മൊത്തം ഈ വീഡിയോ എല്ലാം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ചോദിക്കാൻ തോന്നുന്നത് കിഴക്കൻ സാമ്പാർ പൊടിയോടാണ്. ഇപ്പോൾ വർഷയുടെ പരസ്യത്തിൽ സ്ത്രീകൾ സാമ്പാർ ഉണ്ടാക്കുന്നു, അതെല്ലാം അടിപൊളിയാവുന്നു നിങ്ങളുടെ മസാല ഇട്ടതുകൊണ്ട്. മറ്റേ ദർശന രാജേന്ദ്രൻ്റെ പരസ്യത്തിലും സ്ത്രീകൾ മസാല ഇടുന്നു, അവർ സാമ്പാർ ഉണ്ടാക്കുന്നത് അടിപൊളിയാവുന്നു, അപ്പോൾ ആണുങ്ങളെല്ലാം അംഗീകരിക്കുന്നു. നിങ്ങളുടെ സാമ്പാർ പൊടി ആണുങ്ങളിട്ടാൽ കലങ്ങൂലേ? അതോ ആണുങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടാത്ത പ്രത്യേകതരം സാമ്പാർ പൊടിയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവുന്ന, സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. വലിയ വലിയ സദ്യകൾക്കും കാറ്ററിംഗ് പരിപാടികൾക്കും വരെ സാമ്പാർ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം അവരുടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഴിവിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ജനറേഷൻസ് ഒരു ജെൻഡർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ സിറ്റുവേഷൻസിലൂടെ ഇനി അവർ പാസ് ചെയ്യാൻ പാടില്ല എന്ന് അവരും ചുറ്റുമുള്ളവരും തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങുന്ന ഈ ഒരു അൺലേണിംഗ് ഫേസിൽ വീണ്ടും റിഗ്രസീവ് സാമ്പാർ വിളമ്പല്ലേ? ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ വർഷ, ദർശന തുടങ്ങി ഈ പരസ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ അവരിതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജിനെ, അവരുടെ വർക്കിനെ കുറച്ച് കാണുകയോ പുച്ഛിക്കുകയോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പരസ്യം, ഈ പരസ്യത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ്, അതുണ്ടാക്കുന്ന ഒരു ഇമേജ്, ഒരു പിക്ചർ, അത് ഭയങ്കര ഡേഞ്ചറാണ് എന്ന് പറയാൻ തോന്നിയതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിലൂടെ നമ്മൾ ആ ബ്രാൻഡിനെയും മോശമായി കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ ബോഡി എവിടെയും കലക്കരുത് എന്നല്ല നമ്മൾ പറയുന്നത്. ഈ പരസ്യത്തിനെയാണ് നമ്മൾ പറയുന്നത്, ഈ കോൺസെപ്റ്റിനെ, അതിനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത വിധത്തിനെ, അതിനെ മാത്രമാണ് നമ്മളിവിടെ വിമർശിക്കുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാശ്വാസം കിട്ടില്ല. അതുകൊണ്ടാണ്. എന്തായാലും 2026 വിഷുവിലും ഈ പരസ്യം തന്നെ ഇറക്കി. ഇനിയിപ്പോൾ 2026 ഓണം വരുന്നുണ്ട്. അപ്പോഴെങ്കിലും കാലത്തിനൊത്ത തലമുറകളോട് സംവദിക്കുന്ന ഒരു നല്ല പരസ്യം ഇറക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസ നേരുകയാണ്. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക.